ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ നൽകുന്ന പ്രശസ്തി ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രമാണ്. അതിന്റെ മറുവശത്ത് ഒളിഞ്ഞിരിക്കുന്ന ക്രൂരമായ സൈബർ ആക്രമണങ്ങളും വ്യക്തിഹത്യകളും പലപ്പോഴും മനുഷ്യ മനസ്സിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശ്രദ്ധേയായ ജാസ്മിൻ ജാഫർ എന്ന പെൺകുട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. താൻ പങ്കെടുത്ത ഒരു പരസ്യ വീഡിയോയെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിക്കവേ ജാസ്മിൻ വികാരാധീനയായി പറഞ്ഞ വാക്കുകൾ വെറുമൊരു നടിയുടെ സങ്കടമല്ല, മറിച്ച് സൈബർ ഇടങ്ങളിൽ ശ്വാസം മുട്ടുന്ന ഓരോ മനുഷ്യന്റെയും വിലാപമാണ്. സത്യം പറഞ്ഞാൽ മൂക്കിൽ കൈവയ്ക്കാൻ പോലും എനിക്ക് പേടിയാണെന്ന ജാസ്മിന്റെ വാക്കുകൾ കേവലം ഒരു അതിശയോക്തിയല്ല. ഒരു വ്യക്തി തന്റെ ഓരോ ചലനവും ലോകം നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിനെ വികൃതമായി വ്യാഖ്യാനിക്കുമെന്നും ഭയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അങ്ങേയറ്റം ഭയാനകമാണ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു വീഡിയോ പോലും എത്ര തവണ എടുത്തതാണെന്ന് തനിക്ക് അറിയില്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ അവരിൽ ആത്മവിശ്വാസം എത്രത്തോളം തകർക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിമർശനം എന്നത് ജനാധിപത്യപരമായ ഒരു അവകാശമാണെങ്കിലും അത് ഒരാളുടെ വ്യക്തിത്വത്തെയും ശാരീരിക ചലനങ്ങളെയും വാക്കുകളെയും നിരന്തരം അപഹസിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് വേട്ടയാടലായി മാറുന്നു. യൂട്യൂബ് ചലനങ്ങളും ഇൻസ്റ്റാഗ്രാം പേജുകളും തങ്ങളുടെ റീച്ച് കൂട്ടുന്നതിനായി ബിഗ് ബോസ് താരങ്ങളെയും മറ്റ് സെലിബ്രിറ്റികളെയും മോശമായി ചിത്രീകരിക്കുന്നത് പതിവായിരിക്കുകയാണ്. ജാസ്മിൻ പറഞ്ഞതുപോലെ യാതൊരുവിധ എത്തിക്സും പാലിക്കാത്ത വൃത്തികെട്ട തംബ്നെയിലുകളും തലക്കെട്ടുകളും നൽകി വീഡിയോകൾ നിർമ്മിക്കുന്നവർ ഒരു വ്യക്തിയുടെ ജീവിതമാണ് തകർക്കുന്നത്. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ താരങ്ങളുടെ വാക്കുകളെ അടർത്തിയെടുത്ത് പരിഹാസ്യമായി അവതരിപ്പിക്കുന്നതിലൂടെ വലിയൊരു വിഭാഗം സൈബർ ക്രിമിനലുകൾ പണം സമ്പാദിക്കുന്നു. ഒരു നേരം പോക്കിനായി ഇത്തരം കണ്ടന്റുകൾ കാണുന്നവർ അത് ആ വ്യക്തിയെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് ചിന്തിക്കാറില്ല. ജാസ്മിന്റെ കാര്യത്തിൽ ഇത് അവരുടെ വ്യക്തിപരമായ സ്വഭാവത്തെയും തൊഴിലിനെയും വളരെ ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജാസ്മിന് ലഭിച്ച അഭിമുഖ വാഗ്ദാനങ്ങൾ ഇതിന് തെളിവാണ്. 3 ലക്ഷം രൂപ വരെ ഒരു ഇന്റർവ്യൂവിന് നൽകാമെന്ന് പല മാധ്യമങ്ങളും വാഗ്ദാനം ചെയ്തിട്ടും അവർ അത് നിരസിച്ചു. ഇതിന്റെ കാരണം ജാസ്മിൻ തന്നെ വ്യക്തമാക്കുന്നു: എന്നെ കീറി മുറിക്കാൻ നിന്ന് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട്. ഇന്ന് മിക്ക അഭിമുഖങ്ങളും ആ വ്യക്തിയെ സഹായിക്കാനോ അവരുടെ നിലപാടുകൾ കേൾക്കാനോ ഉള്ളതല്ല, മറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി അത് വൈറലാക്കാനുള്ളതാണ്. പണത്തെക്കാൾ കൂടുതൽ തന്റെ സമാധാനത്തിനും മാനസിക ആരോഗ്യത്തിനുമാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് ജാസ്മിൻ പറയുന്നതും ഇന്നത്തെ കാലത്ത് വലിയൊരു പാഠമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ജാസ്മിൻ ഇടക്കാലത്ത് നിന്ന് വിട്ടുനിന്നത് പലരും അവരുടെ പരാജയമായോ ഭീരുത്വമായോ കണ്ടേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് തന്റെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടമായിരുന്നു. തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി വെക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു എന്നത് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു കയറാനുള്ള ലൈസൻസ് അല്ല എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നവർ ഷോയ്ക്കുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ പുറത്തിറങ്ങിയാലും വേട്ടയാടപ്പെടുന്നത് മലയാളത്തിൽ പതിവാവുകയാണ്. ഷോ കഴിഞ്ഞിട്ടും ജാസ്മിനെ ഒരു ഭീകരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ അവർ ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന സത്യം മറന്നുപോകുന്നു. തനിക്ക് മാനസികമായോ ആരോഗ്യപരമായോ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്നും അത് കേട്ട് നാളെ ജാസ്മിൻ വട്ടായി എന്ന് പറഞ്ഞ് ആരും വരരുതെന്നും അവർ മുൻകൂട്ടി പറയുന്നു. സൈബർ ലോകം എത്രത്തോളം മുൻവിധി ഉള്ളതാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണിത്. ജാസ്മിൻ ജാഫറിന്റെ ഈ വീഡിയോ ഒരു മുന്നറിയിപ്പാണ്. സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുന്നതോ അതിന് താഴെ വിദ്വേഷ കമന്റുകൾ ഇടുന്നതോ ഒഴിവാക്കുക. മോശമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട കണ്ടന്റുകൾ പ്ലാറ്റ്ഫോമുകളിൽ റിപ്പോർട്ട് ചെയ്യുക. തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ളത് രക്തവും മാംസവും ഉള്ള ഒരു മനുഷ്യനാണെന്നും അവർക്ക് വികാരങ്ങൾ ഉണ്ടെന്നും ഓർക്കുക. ഒന്ന് സമാധാനമായി ശ്വാസം വിടാൻ അനുവദിക്കൂ എന്ന ജാസ്മിന്റെ അപേക്ഷ സൈബർ ലോകത്തെ എല്ലാ ക്രൂരതയ്ക്കും എതിരെയുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ വേണ്ടെന്ന് വെച്ചും സമാധാനത്തിനായി മാറി നിൽക്കുന്ന അവരെ പോലൊരു പെൺകുട്ടിക്ക് ലഭിക്കേണ്ടത് സഹതാപമല്ല, മറിച്ച് മാന്യമായി ജീവിക്കാനുള്ള അന്തരീക്ഷമാണ്. ജാസ്മിൻ ഉടൻ തന്നെ തന്റെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മാനസിക ആരോഗ്യം പണത്തെക്കാളും പ്രശസ്തിയെക്കാളും വലുതാണെന്ന് വിളിച്ചു പറഞ്ഞ ജാസ്മിന്റെ ധൈര്യം അഭിനന്ദനാർഹമാണ്. ഓരോ വ്യക്തിക്കും അവരുടെ സ്വകാര്യതയ്ക്കും സമാധാനത്തിനും അവകാശമുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ പേരിൽ കവർന്നെടുക്കാൻ ആർക്കും അവകാശമില്ല.